ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാൽക്കപ്പയാണ്. പാൽക്കപ്പയ്ക്ക് 1 കിലോ കപ്പയാണിത്. പൊളിച്ച് കൊത്തി കഴുകി വാരി കൊണ്ടുവന്നതാണ്. 1 കിലോ കപ്പ മേടിച്ചുകൊണ്ട് വന്നാലും അതിൻ്റെ തൊലിയും നാരും അറ്റവും പാലും എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു 1/4 കിലോ കൂടുതൽ അത് പോകും. അതിൻ്റെ ബാക്കി കപ്പയാണിത്. ഇത് വേഗമുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. കപ്പ വേകാനായിട്ട് കപ്പ വെള്ളം ഒഴിക്കണം. വേവിൻ്റെ അനുസരിച്ച് വേണം. വേവുള്ള കപ്പയുണ്ട്, വേവ് കുറഞ്ഞ കപ്പയുണ്ട്. ചില കപ്പ കല്ല് പോലെ കിടക്കും. ഇപ്പം കണ്ടിട്ട് വേവുന്ന കപ്പയാണെന്ന് തോന്നുന്നു. അത് ഇത്രയും വെള്ളം ഇരിക്കട്ടെ. സ്റ്റവ് കത്തിച്ച് അടുപ്പിലിട്ട് വെക്കുകയാണ് കപ്പ. വെന്തു നമുക്ക് ഊറ്റി ഈ വെള്ളം കളയണം. വേഗം വെച്ച വെള്ളം അങ്ങ് ഊറ്റി കളയണം. ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് ഊറ്റാം. കപ്പയ്ക്ക് ചേർക്കാനായിട്ടുള്ളതാണിത്. കാന്താരി അതിലൊരു 10-14 ഉണ്ടെന്ന് തോന്നുന്നു. കാന്താരി, ഉള്ളി, വെളുത്തുള്ളി 2 ചുള എടുത്തിട്ടുണ്ട്. ഗ്യാസിനൊക്കെ നല്ലതാണ് വെളുത്തുള്ളി. ഇത് നമുക്കൊന്ന് ചതച്ച് കപ്പ ഊറ്റി ഉള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും കൂടാണ് ചതച്ചാണ്. കല്ലേ വെച്ചാൽ ചതച്ചത്. ഇങ്ങനെ ചതഞ്ഞാൽ മതി. രണ്ടാം പാലും 3-ാം പാലും കൂടാണ്. തവി കൊണ്ടിങ്ങനെ ഉടച്ചു കൊടുക്കണം കപ്പ. ഈ ബൗളിന് 1 ബൗള് പാലാണിത്. 2-ാം പാലും 3-ാം പാലും കൂടി പിഴിഞ്ഞതാണ്. അങ്ങനെ അങ്ങ് കുറുകോ ഇതിന്. പോയി കുറുകി വരികയാണ്. അതിനകത്തോട്ട് നമുക്ക് 1/4 സ്പൂൺ ഉപ്പിടാം. ചെയ്ത് നോക്കി കൂട്ടി കഴിച്ചപ്പം നല്ല ടേസ്റ്റായിരുന്നു. രണ്ടാമത് ഞാൻ ഇച്ചിരി പെരിഞ്ജീരകം പൊടിച്ചതും 1/4 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി അതിനകത്തിട്ട്, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട്, നമുക്ക് കുരുമുളക് പൊടി എല്ലാത്തിനും വേണമെങ്കിലും കുരുമുളക് പൊടി ഇച്ചിരി ചേർക്കാം. അത് ഒത്തിരി ആകരുതെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇത്രയും കുരുമുളക് പൊടി കൂടി ഇട്ട്, അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് ഇതിനുള്ളത്. നമ്മൾ തോരൻ വെക്കുന്നതിനാണേലും ഒരു മെഴുക്കുവരട്ടി വെക്കുന്നതിന് 1 ശകലം കുരുമുളക് പൊടി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. അതുപോലെ തന്നെ ഈ പാലൊഴിച്ചുള്ള കറിക്കൊക്കെ ഇച്ചിരി പെരിഞ്ജീരകം ചേർക്കുന്നത് ഒന്നുകൂടി ടേസ്റ്റാണ്. ഞാൻ രണ്ടാമത് വെച്ചപ്പോഴേ ഇതുപോലെ പെരിഞ്ജീരകവും ഒരു കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരുന്നു. നമുക്ക് ഇതിനകത്തോട്ട് ഈ 1-ാം പാൽ അങ്ങോട്ട് ഒഴിക്കാം. ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കും. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയും ഈ പാൽക്കപ്പയും കൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കഞ്ഞിയായിട്ട് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. ചോറിൻ്റെ കൂടെ ഇത് തന്നെയാണേലും അത് കഴിക്കാം. ഞങ്ങളിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്.
വെച്ച് കല്ല് പിടിച്ച് ഒന്നും വന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് തിളച്ച് നമുക്ക് തീ നിർത്തി വെച്ച് ഇത് നല്ലപോലെ കുറുകുമില്ല. വരുമ്പോഴത്തെ തീ നിർത്തി പൊട്ടിച്ച് ചേർക്കാം. അതിന് വേണ്ടി തീ കത്തി അതിനടുപ്പേ വെച്ച് കപ്പ കൊണ്ട് ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം. കപ്പ അതുകൊണ്ട് പുട്ടുണ്ടാക്കാം, കപ്പ ഇടിച്ച് പൊടിച്ച് അടയുണ്ടാക്കാം, ഉണ്ടയുണ്ടാക്കാം, എല്ലാ സാധനങ്ങളും നടക്കും കപ്പ കൊണ്ട്. കപ്പ കറി വെക്കും, തേങ്ങ അരച്ച് അവിയൽ പോലെ കറി വെക്കും, പിന്നെ ഇറച്ചിക്കറി വെക്കും കപ്പ കൊണ്ട്. ഇതിനകത്തോട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുവാണ്. സ്പൂണിൽ ഒന്നാളെ കണ്ടെനിക്ക് കൈകളവുണ്ട്. പിന്നെ 2 സ്പൂണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം മധുര ഉണ്ടാകുന്നതാണ്. കപ്പ ഇവിടെ 2 പ്രാവശ്യം പാൽക്കപ്പ ഉണ്ടാക്കി പിള്ളേർ കഴിച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും പറച്ചില്ല, പാൽക്കപ്പ ഉണ്ടാക്കി അതിന് സമയം കിട്ടണ്ടേ. ഞാൻ രണ്ടും പണിക്കൊക്കെ പോകുന്നതാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ കഴിയും. ഇന്നിപ്പോൾ അവരുടെ നിർബന്ധത്തിനാണ് ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാൽ അതങ്ങ് ഈ യൂട്യൂബിലേക്ക് ഇട്ടേക്കാമെന്ന് കരുതി. ഉള്ളി അരി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വറ്റൽമുളകും കൂടി ഇടുവാണ്. മുളകും കൂട്ടി കറിവേപ്പില ഉള്ളി ചുമന്നാൽ മതി, കറക്കണ്ട ഉള്ളി. ഇതുപോലെ ചുമന്ന് കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കപ്പക്കറി കൂട്ടാൻ വേണ്ടി കൊച്ചുമക്കളെല്ലാം വന്ന് മുറ്റത്ത് നേരം ഇരിപ്പുണ്ട് പാൽക്കപ്പ കഴിക്കാനുണ്ട്. കൊച്ചുമക്കളും കൊച്ചുമോടെ കുഞ്ഞും അല്ല, അല്ലെങ്കിൽ ഇതിനകത്തോട്ട് കയറേണ്ട ആളുകൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.